അസ്സലാമലൈക്കും. കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ ബനാന ഫിംഗറാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. വെറും 10 മിനിറ്റ് മതി അത് റെഡിയാക്കാൻ വേണ്ടി. അപ്പോൾ നോമ്പ് തുറക്കുമ്പോഴൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ബനാന ഫിംഗർ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം 2 പഴം പുഴുങ്ങിയിട്ട് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്തെടുക്കുക, നല്ലപോലെ ഉടച്ചെടുക്കുക. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് പഞ്ചസാര. പഞ്ചസാര മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ചില പഴങ്ങൾ നല്ല മധുരം ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ അല്ലെങ്കിൽ ഗീയും ചേർത്ത് കൊടുക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. അതുകൊണ്ട് തന്നെ നല്ലപോലെ കുഴച്ചെടുക്കുക. ഇത് എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി അമർത്തുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ. ഇനി ഞാൻ കുറച്ച് വലിയ പഴമാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഈ അളവിന് ചെറിയ പഴമാണെങ്കിൽ 3 പഴം എടുക്കുക. ലൂസാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ലൂസാണുള്ളത്. ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് അതിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഞാൻ ആദ്യം കുറച്ച് കയ്യിൽ ഓയിൽ വരട്ടി കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എടുത്തിട്ട് ഷേപ്പാക്കിയിട്ട് നമുക്ക് ഫിംഗർ രൂപത്തിലെടുക്കാം. നമുക്ക് ഏത് ഷേപ്പും ആക്കാം. ഞാനിതിപ്പോൾ ഒരു ഫിംഗർ ഷേപ്പിലാക്കുന്നത്. ഇതുപോലെയാണ് ആക്കേണ്ടത്. നിങ്ങൾ ഷേപ്പ് മാറ്റുന്നെങ്കിൽ മാറ്റിക്കോ. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. മുഴുവനും ഫിംഗർ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം. സ്റ്റവ് ഓൺ ചെയ്ത് കടായി വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്കത് ഓരോന്നോരോന്ന് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലിട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈക്ക് എണ്ണയൊന്ന് ആറ്. അതിന് ശേഷം ഒന്ന് എണ്ണ തീ കുറച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക. അതിന് ശേഷം ചുട്ടെടുക്കുക. പിന്നെ നന്ന തീ കുറക്കാനും പാടില്ല. നന്ന തീ കുറച്ചാൽ ഈ എണ്ണ കുടിക്കും. ഏത് അപ്പം ചുടുന്നുണ്ടെങ്കിലും തീ നന്ന കുറക്കാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കണം ചുട്ടെടുക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ചുട്ടെടുക്കുക. മറ്റേ നമ്മൾ കായ്യട ആകുമ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോഴൊക്കെ നിറച്ചത് പൊട്ടിപ്പോകാനൊക്കെ സാധ്യത കൂടുതലല്ല. ഇതിന് അതിനൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഈസി ആയിട്ട് തന്നെ മറിച്ചടിയും കോരി ഇളക്കി മാറ്റുകയൊക്കെ ചെയ്യാം. ഇത് നമുക്ക് ഈസി ആയിട്ട് ചുട്ടെടുക്കാൻ പറ്റും. നമ്മൾ ഏത് ഷേപ്പ് ചെയ്യാം. നമ്മൾ ഈ ഷേപ്പാക്കുന്നത് കുറച്ചും കൂടി കാണാനൊരു ഭംഗി ഈ ഷേപ്പാക്കിയല്ല. അതുകൊണ്ടാണ് ഈ ഫിംഗർ ഷേപ്പ് ആക്കിയത്. അതായിട്ടുണ്ട്. ഇനി കോരി മാറ്റാം. അതിന് ശേഷം ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. മുഴുവനായും ചുട്ടെടുത്തിട്ടുണ്ട്. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.